ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് മോർണിംഗ്. പുതിയ കേസ് എന്തെങ്കിലും വന്നോ? പിന്നെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അതാണ്. അയ്യോ ഇതെന്താ പുതിയ ആൽബം? ഇത് ചാകരയാണ് മോളെ, ചാകര. അതുണ്ടോ? അയ്യോ നോക്കട്ടെ ഇതാ ഈ ജാതി സാധനം വെച്ചല്ലേ നമ്മുടെ കളി. അയ്യോ ഇത് അടിപൊളിയാണല്ലോ സാറേ. ആ വിദ്യല്ലാണ്ട് നമ്മുടെ കയ്യിൽ ഇരിക്കണൊക്കെ ഒരു ജൈലാസനം കേട്ടല്ലേ. ആ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ വരുന്ന മക്കളാണ്. ഇത് കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും പ്രസവിച്ചവരും പ്രസവിക്കാത്തവരും ഇനി പ്രസവിക്കാൻ നിൽക്കണവരൊക്കെ ഉണ്ടായില്ലേ. നാനാ ഭാഗത്തുള്ള സകല ജാതി സീരിയല് സിനിമ രംഗത്തുള്ള ആൾക്കാരും ഡോക്ടർമാരും വക്കീലും ഒക്കെ ഉണ്ട്. ഇത് എവിടുന്ന് ഒപ്പിച്ച? ഇത് അവര് തന്നാണോ? അവര് തരേ. അവരെ ഗേറ്റിന്റെ അങ്ങോട്ട് കടത്തില്ല തന്നെ. പിന്നല്ലേ ഇപ്പൊ അവര് തരുന്നതൊക്കെ. പിന്നെ ഇതൊക്കെ നമ്മള് കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് അടിച്ചെടുക്കണല്ലേ മോളെ. ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് ഈ പേരിൽ ജാതി ആൾക്കാരനൊക്കെ അന്വേഷിച്ചൊന്ന് ഇവിടെ ആരെങ്കിലും വന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ കിട്ടിയാൽ മതി. എന്നിട്ടോ ഇതുണ്ടോ സാറിന് ഫോൺ കച്ചവടം ഉണ്ടോ? ഫോൺ കച്ചവടം നമ്മളെ കച്ചവടം നടക്കണമെങ്കിൽ ഈ ജാതി സാധനങ്ങൾ ഇപ്പൊ നമ്മുടെ വേണോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്താ മനസ്സിലാക്കിയാരാ? എന്തേ? നമുക്കൊരു പെൺകുട്ടിനെ വേണം. അതെ ഇങ്ങക്കോ? അപ്പൊ നമുക്കല്ല, ആ നമ്മുടെ മോനാണ്. മോന് എവിടെയാണ്? അവൻ ഗൾഫിലാണ്. ഗൾഫിലാണ്? ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? മൂപ്പര് ഗൾഫിലാണെങ്കിലും ഇപ്പൊ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ട്. അങ്ങനെ എന്താ ചെയ്യാ? നമ്മളെ കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. പിന്നെ സ്ത്രീധനമൊന്നും നമുക്ക് വേണ്ട. വലിയ കുടുംബത്തിൽ നിന്നും വേണ്ട. ഒരു ചെറിയൊരു കുട്ടീനായി കിട്ടിയാൽ മതി നമുക്ക്. നല്ല അടക്കവും ഒതിയാർക്കും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി. മോനെവിടെയാണ്? മോനിപ്പോ ഇവിടെ ഉണ്ട്. അതെ. അവന്റെ കൂട്ടുകാരനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പറയാൻ വേണ്ടി അവൻ കാണാതെ നമ്മൾ വേഗം കയറി ഇങ്ങോട്ട് പോകുന്നതാണ്. ലീവ് അതൊക്കെ പെണ്ണിന്റെ സ്വഭാവം പോലെ ഇരിക്കും. പെണ്ണിന്റെ സ്വഭാവവും ലീവും തമ്മിൽ എന്താ ബന്ധം? അല്ല, പെണ്ണ് നല്ല പെണ്ണാണെങ്കിലേ ഞാൻ ചിലപ്പോ പിന്നെ പോവില്ല. പെണ്ണ് മോശമാണെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് തന്നെ പോകും. അത് കൊള്ളാം. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഈ കണ്ടീഷൻസ് ഒക്കെ? സാറേ, കണ്ടീഷൻ എന്ന് പറഞ്ഞാല് നല്ല മൊഞ്ചുള്ള കുട്ടിയായിരിക്കണം. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. പിന്നെ നല്ല വലിയ വീട്ടിൽ നിന്നായിരിക്കണം. നല്ല തറവാടിത്തുള്ള വീട്ടിൽ നിന്നായിരിക്കണം കുട്ടി. പിന്നെ നല്ല സ്ത്രീധനം കിട്ടും. ശരി. അല്ല അപ്പൊ അത് എങ്ങനെ മെച്ച് ചെയ്ത് പോവാ? എന്ത്? മറ്റേ കുട്ടി കുട്ടി എന്നിട്ട് മെച്ച് ചെയ്യണം. എനിക്കെന്താ കുഴപ്പം? മാച്ച് ചെയ്ത് പോവാൻ പറ്റുമോ? അതിനെന്താ മാച്ച് ചെയ്ത് പോവാല്ലേ? മാച്ച് ചെയ്ത് പോവാ. അല്ല ഈ കുട്ടി ഒരു ഫാഷനബിൾ ആണെങ്കിൽ ഫാഷനായിരിക്കട്ടെ. ഫാഷനാവുന്നതിനെന്താ കുഴപ്പം? അവര് ഈ ജീൻസും ടോപ്പൊക്കെ ധരിക്കാ. ജീൻസ് ടോപ്പൊക്കെ ധരിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? അതെ അതെ. ഈ ലെഗിൻസ് ഒക്കെ ഇടുകയാണെങ്കിൽ ലെഗിൻസ് ഒക്കെ സ്ത്രീകൾക്ക് ധരിക്കാനുള്ളതല്ലേ സാറേ? ലെഗിൻസ് ഒക്കെ ഇട്ടോട്ടെ. ലെഗിൻസോ ജീൻസോ ടീഷർട്ടോ എന്ത് വേണമെങ്കിലും ഇട്ടോട്ടെ. പക്ഷെ അതിന്റെ മുകളിലൊരു പർദ്ദ വേണം. ഉപ്പ സാർ അത് മൈൻഡ് ചെയ്യണ്ട. ഉപ്പ പ്രായമായ ആളല്ലേ സാറിന് എന്നെ മനസ്സിലാവില്ല? അത് പിന്നെ എനിക്ക് മനസ്സിലാവും. എന്നെ മനസ്സിലാവില്ല? മനസ്സിലാവും. അതിനേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാവും. അങ്ങോട്ട് പോയി. അപ്പൊ ശ്യാമളെ, നമ്മുടെ ആൽബത്തിലുള്ള ഫോട്ടോസൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. എന്തേ മുളക് അടിച്ചാ? പഠിച്ചോനെ, ഒക്കെ നല്ല മൊഞ്ചുള്ള കുട്ടികളാണല്ലോ. ഇതൊക്കെ കല്യാണം കഴിക്കാത്ത കുട്ടികളാണോ? ഒക്കെ നല്ല കുട്ടികളപ്പാ. ഒക്കെ ഇഷ്ടായില്ലേ? അപ്പൊ എന്താ ഒരു കാര്യം ചെയ്തോളി. ഒരു 1500 രൂപ ഇവിടെ രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. അപ്പൊ അതടച്ചു പോയാൽ പിന്നെ 1500. 1500. ഞാൻ ഒരുപാട് കരുതി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നല്ല കന്നിനെ നോക്കി സെലക്ട് ചെയ്യാം. അല്ല, കുട്ടീനെ നോക്കി സെലക്ട് ചെയ്യാം. പേര് പി പി മൊയ്തു. സൗദി. സൗദി അറിയാം. നമ്പർ 934962. ഓക്കെ. അപ്പൊ ഞങ്ങളിത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇനി പെൺകുട്ടികളുടെ കോണ്ടാക്ട് നമ്പർ വീട്ടിലെ കോണ്ടാക്ട് നമ്പർ ഞങ്ങൾ അയച്ചു തരാം. അയക്കും അല്ലേ? അപ്പൊ അതിലേക്ക് വിളിച്ചാൽ മതി, വിളിച്ചന്വേഷിച്ചാൽ മതി. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം. എല്ലാ നമ്പറും അയക്കല്ലോ അല്ലേ? അയക്കും. എങ്ങനെയാ അപ്പൊ യോജിച്ചു പോവാലോ അല്ലേ? വലിയതായിട്ട് തോന്നുന്നില്ല. വരും. ശരി സർ. വാപ്പ വേറൊരു വഴിക്ക്, മോൻ വേറൊരു വഴിക്ക്. സത്യ എവിടെ കുറെ കാലമായാലും നിങ്ങൾ കണ്ടിട്ട്? ഞാനുണ്ട്. ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ എനിക്ക് സഹായിച്ചു തന്നില്ല. എവിടെ എന്റെ പെണ്ണ്? നോക്കുന്നുണ്ട് സത്യ. നിങ്ങൾ നോക്കിയിട്ട് എന്താ കാര്യം? കണ്ണു നിറച്ചിങ്ങനെ നോക്കിയാ കല്യാണം നടക്കുവോ? എനിക്ക് കല്യാണം കഴിക്കണ്ടേ? നാട്ടിലുള്ള ചെക്കന്മാരെ മുഴുവൻ കല്യാണം കഴിച്ചു. 10-39 വയസ്സായി. എനിക്കും പെണ്ണ് കെട്ടണം. എന്റെ സത്യ, നിന്റെ നിലക്കും വിലക്കും അനുസരിച്ചുള്ള ഒരു പെണ്ണ് വേണ്ടേ? അത് വേണം. നിങ്ങളൊരു കാര്യം, ഞാൻ ഈ ബാഗിലത്തെ ഫോട്ടോ മുഴുവൻ നീ കണ്ടതാ? ഞാൻ കണ്ടതല്ല, വേറൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം. ഇന്നത്തെ പത്രത്തില് ഒരു സംഭവം. എന്ത് സംഭവം? ഇതാ നോക്ക്. ഇത് ചരമകോളല്ലേ? നിങ്ങൾ ഇത് പൊട്ട. തന്റേതല്ലാത്ത കാരണത്താൽ ബന്ധം ഏർപ്പെടുത്തിയ യുവതി പറ്റുമോ? എന്ത്? കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ച സെക്കൻഡ് ഞാൻ എടുക്കില്ല. എന്റെ സത്യ, അടുപ്പിൽ ചേര പായുന്ന പെണ്ണും പറയുന്നത് എനിക്ക് ഗവൺമെന്റ് പണിക്കാരനെ വേണ്ടൂന്ന്. ഞാൻ നാക്കണ്ടത് അത് ഞാനെന്താ? എനിക്ക് കല്യാണം വേണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്. ശോഭ ബിൽഡിംഗ് ഇല്ലേ? ശോഭ ബിൽഡിംഗ് ഉണ്ട്. എവിടെ? എടാ ടൗണില്. അതിന്റെ മുകളില് ഒരു മാരേജ് ബ്യൂറോ ഉണ്ട്. താലികെട്ട്. നീ അവിടെ പോയി ഒന്ന് അന്വേഷിക്കണം. ഒക്കെ ശരിയാവും. ഞാൻ പോയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ നോക്കണം. അല്ല, ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ വേറെ എന്തായാലും നോക്കുന്നുണ്ട്. ശരിയാ. അപ്പൊ മാരേജ് ബ്യൂറോ പോലെ മോനെ, നമുക്ക് മാരേജ് ബ്യൂറോയിൽ പോകണം. ആദ്യം വീട്ടിൽ പോയി കുളിച്ച് ഉടുപ്പ് മാറണം. നീ എൻ്റെ കൂടെ വരുമോ ഇല്ലയോ? ആദ്യം അത് പറ. നിന്റെ തീരുമാനം അറിയണം. മറിമായം